മരണപ്പെട്ടുപോയ സ്വന്തം മാതാപിതാക്കളെ സ്വപ്നം കണ്ടാൽ എന്താ സംഭവിക്കുക? സ്വപ്നശാസ്ത്രം അനുസരിച്ച് മരണപ്പെട്ടവരെ കാണുന്നത് വളരെ ശുഭകരമാണ്. പക്ഷേ അത് ആവർത്തിച്ച് കണ്ടാലോ? മരണപ്പെട്ടുപോയ അച്ഛനമ്മമാരെ സ്വപ്നം കാണുന്നത് നല്ലതാണോ? അവർക്ക് മോക്ഷം ലഭിക്കാത്തതിൻ്റെ സൂചനയാണോ? എന്താണ് ഈ സ്വപ്നശാസ്ത്രം? നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എന്താണ് സ്വപ്നശാസ്ത്രം? മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടാൽ എന്താണ് ഫലം? നമസ്കാരം. രുദ്രധാരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് സ്വപ്നശാസ്ത്രത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലോ. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിലുമൊക്കെ സ്വപ്നം കാണാറുണ്ട്. പക്ഷേ നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഫലം? ആദ്യം നമുക്ക് സ്വപ്നം എന്താണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ തുടങ്ങിയവയുടെയൊക്കെ ഒരു പ്രതിഫലനമാണ് സ്വപ്നങ്ങളായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്വപ്നശാസ്ത്രപ്രകാരം ആ സ്വപ്നത്തിൻ്റെ അർത്ഥം, അതിൻ്റെ കാരണം, അതുപോലെ അവ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന സ്വാധീനം എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സ്വപ്നശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് മനഃശാസ്ത്രവുമായിട്ട്, നാഡീശാസ്ത്രവുമായിട്ട്, തത്വചിന്തയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ് ഇതിനുള്ളത്. സാധാരണയായിട്ട് സ്വപ്നങ്ങളുടെ ദൈർഘ്യം എന്ന് പറയുന്നത്, ശാസ്ത്രം പറയുന്നത് 3-4 സെക്കൻഡുകൾ മാത്രമാണ്. നമ്മൾ 30 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ കാണുന്ന സ്വപ്നങ്ങൾ, നിമിഷങ്ങൾ മുതൽ അരമണിക്കൂർ വരെ കാണുന്ന സ്വപ്നങ്ങൾ, ശരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് വരെയൊക്കെ ആയിരിക്കും. അപ്പോൾ ശാസ്ത്രത്തിന് ഇപ്പോഴും പൂർണ്ണമായിട്ടും പിടികിട്ടാത്തൊരു പ്രഹേളികയായിട്ടാണ് സ്വപ്നം നിലനിൽക്കുന്നത്. ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചിന്താധാരകളുടെ ഒരു പ്രതിഫലനമാണെന്ന് പറയും. സ്വപ്നങ്ങളുടെ അപഗ്രഥനം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ. അതിനകത്ത് സ്വപ്നങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ ഒരു സിനിമ കൂടിയുണ്ട് അത്തരത്തിലൊരു, ഇൻസെപ്ഷൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതിനകത്തും മറ്റൊരു വ്യക്തിയുടെ സ്വപ്നത്തിൽ കടന്ന് അയാളെ സ്വാധീനിക്കുന്നൊരു കഥയാണത്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഇനി ഈ സ്വപ്നങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്, നമ്മൾ ഈ കാണുന്ന സ്വപ്നങ്ങളുടെ ഒരു റിസൾട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ചില സ്വപ്നങ്ങൾ നമുക്ക് കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം അതിൻ്റെ ബാക്കി കാണാൻ പറ്റും. അതെ, അങ്ങനെയുള്ള ചിലരുണ്ട്. ചിലർക്ക് കാണുന്ന സ്വപ്നങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. ചിലർക്ക് രാവിലെ എണീക്കുമ്പോൾ എന്തോ കണ്ടതെന്ന് പോലും ഓർമ്മ കാണത്തില്ല, മറന്നു പോകും അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. സാധാരണ ഉറങ്ങിക്കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ ഉണരുന്നതിന് തൊട്ട് മുമ്പോ ആയിരിക്കും സ്വപ്നം കാണുന്നത്. അത് നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ടാവും കാണുന്ന സ്വപ്നം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ ബ്രെയിൻ, തലച്ചോറ് ഭാഗികമായി പ്രവർത്തിക്കുകയും അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് അത് എത്തുകയും ചെയ്യും. നമ്മുടെ മനസ്സും അതനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും സ്വപ്നം എന്ന് പറയുന്നത്. ചിലർക്ക് സ്വപ്നത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ ലൂസിഡ് ഡ്രീമിംഗ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സ്വപ്നത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്കിവിടെ പറയാനുള്ളത്, മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ ഫലം? നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നല്ലതാണോ? അത്തരത്തിലൊരു ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് വളരെ ശുഭകരമാണ് എന്ന് തന്നെയാണ്. അച്ഛനെയോ അമ്മയെയോ മാതാപിതാക്കളെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇനി വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഇവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതും ഒരു ഘടകമാണ് ഇതിനകത്ത്.
ഇപ്പം നമ്മൾ മരിച്ചവരെ വീണ്ടും സ്വപ്നം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലതാണ്. കാരണം സ്വപ്നത്തിലെങ്കിലും നമുക്ക് അവരെ കാണാൻ പറ്റുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ചിന്ത അവരെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ മരിച്ചു പോയവരെ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ പൂർവികരെ കാണാറുണ്ട്, നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധുവായിട്ട് നിൽക്കുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കാണാറുണ്ട്, അല്ലെ, മരണപ്പെട്ടു പോയ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാനസികമായ വൈകാരികമായിട്ടുള്ള വ്യവഹാരങ്ങളുടെ ആകത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ സന്തോഷത്തോടെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതിനകത്ത് നമുക്ക് ചില സൂചനകളാണ്. ആ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കരിയർ, നമ്മുടെ ജോലി, ഇതിനകത്ത് നല്ല ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു വിത്തിൻ 3 months എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അതായത് വരുന്ന 3 മാസത്തിനുള്ളിൽ നമ്മുടെ കരിയർ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ചുകൂടെ വേറൊരു ലെവലിലേക്ക് ഉയർന്നു പോകുന്നു. പ്രശസ്തി, അംഗീകാരം, ഇതിനെയൊക്കെയാണ് ഈ പറയുന്ന അച്ഛനെയും അമ്മയും നമ്മൾ സ്വപ്നം കാണുന്നതിലൂടെയുള്ള ആ ഒരു സൂചന എന്ന് പറയുന്നത്. എന്നാൽ പൂർവികരെ സ്വപ്നം കാണുമ്പോൾ ചെറിയ ചില കുഴപ്പങ്ങളുണ്ട്. അതിനകത്ത് അവർ സന്തോഷഭാവത്തിലാണെങ്കിൽ, ശാന്തഭാവത്തിലാണെങ്കിൽ അവർ നമ്മുടെ കർമ്മം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവർ സന്തുഷ്ടരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇവരെ നമ്മൾ കാണുന്ന ദിക്കുകൾ, നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതായിരിക്കുമല്ലോ നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പോൾ അത് ഏത് ദിക്കാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ, ഓരോ ദിക്കിലും ഈ മരണപ്പെട്ടവരെ, പ്രത്യേകിച്ച് പൂർവികരെ, ഞാൻ മാതാപിതാക്കളെ അല്ല ഉദ്ദേശിക്കുന്നത്, അവർക്ക് മുന്നേ ഉള്ളവർ, നമ്മുടെ അപ്പൂപ്പൻ, അമ്മമ്മ, ആ ഒരു ഏരിയ ഉള്ളവർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ ഓരോ ദിക്കിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് പറയുന്നത്. ഒന്ന്, അപ്പോൾ നമ്മൾ ഈ പൂർവികരെ അല്ലെങ്കിൽ ഈ മരണപ്പെട്ടു പോയവരെ ചില പ്രത്യേക ഭാഗങ്ങളിൽ, വീട്ടിൽ വെച്ചാണല്ലോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്നതായിരിക്കുമല്ലോ നമ്മൾ കാണുന്നത്, അവരെ ചില ഭാഗങ്ങളിലാണ് കാണുന്നതെങ്കിൽ അതിന് ചില അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, നമ്മളിപ്പോൾ കാണുന്നത് തെക്ക് ഭാഗത്താണെന്നിരിക്കട്ടെ, തെക്കേ മൂല, ആ ഒരു മൂല ഭാഗത്താണ് നമ്മൾ കാണുന്നത്, അല്ലെ തെക്ക് വശത്താണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം കാണിക്കുന്നത് നമ്മുടെ കൂടെ ഒരു ശത്രു ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ നമുക്ക് പണി തരാൻ പോകുന്നു എന്ന് വെച്ചാൽ ഒരു ശത്രുത, ആ ശത്രുത കൊണ്ട് അയാൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവിടെ ചെയ്തു കൂട്ടി വെക്കുന്നുണ്ട്, ആ പണി ഉടനെ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ പിതൃക്കളെ നമ്മൾ ഈ തെക്ക് ഭാഗത്ത് കാണുന്നത്, സൂചിപ്പിക്കുകയാണ്. കാരണം ഇവരൊക്കെ നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് നമ്മളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാനോ ഒന്നുമല്ല, നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ബെറ്റർ ആയിട്ടിരിക്കുക, നമുക്ക് ചില സൂചനകൾ തരിക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല, നമ്മളെ തകർക്കാനോ അല്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സൂചന എന്ന് പറയുന്നത്, നമുക്കൊരു ശത്രുവുണ്ട്, ശത്രുവിൻ്റെ പ്രവർത്തനം അവിടെ ശക്തമായിട്ടുണ്ട്, നീ ഒന്ന് കരുതിയിരിക്കുക, അതാണ് തെക്ക് ഭാഗത്ത് ഇവരെ കണ്ടാലുള്ള ആ ഒരു സൂചന എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. ഈ പടിഞ്ഞാറ് ഭാഗത്ത് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ സമ്പത്ത് ചോർന്നു പോകുന്നു, എന്തെങ്കിലും ഒരു കാര്യം കയറി വന്ന്, അല്ലെങ്കിൽ ഒരു ആശുപത്രിവാസമോ അല്ലെങ്കിൽ രോഗപീഠകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്ന് പെട്ടെന്നുള്ള ചിലവുകളൊക്കെ വന്ന് നമ്മുടെ സമ്പത്തിന് അസ്ഥിരത അല്ലെങ്കിൽ വരുമാനത്തിൽ അസ്ഥിരത ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ പറയുന്ന പടിഞ്ഞാറ് ഭാഗത്ത് ഇവരെ കാണുന്നത്. എന്നാൽ ഈ അടുത്ത വരുന്നത് കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് ഭാഗത്താണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിരിക്കുക. എന്താ സംഭവം? നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മുടെ സാധന സാമഗ്രികൾ സുരക്ഷിതമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ മോഷണം പോകാനോ കളഞ്ഞു പോകാനോ കളവ് പോകാനോ ഉള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മളെ സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന കിഴക്ക് ഭാഗത്ത് ഇവരെ കണ്ടാലുള്ള സൂചന. ഇനി അടുത്ത വരുന്നത് ലാസ്റ്റ് വൺ, വടക്ക് ഭാഗത്ത്. വടക്ക് ഭാഗത്താണ് ഇവരെ കാണുന്നത് എങ്കിൽ ദൈവകോപമാണ് കാണിക്കുന്നത്. ദൈവകോപം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവകോപം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? മൊത്തത്തിൽ ഒരു നാശമായിരിക്കും. അപ്പോൾ അത് മാറ്റുക, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികളൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് മാറ്റുക. അപ്പോൾ അത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ വിഷമിക്കുന്ന രീതിയിലുള്ള സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അവർ കരയുന്ന രീതിയിലുള്ള സ്വപ്നമാണ് കാണുന്നതെങ്കിൽ, അവർ കൈനീട്ടി നിൽക്കുന്ന സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അവരത്ര സന്തുഷ്ടരല്ല എന്നർത്ഥം. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ചെയ്യാൻ പറയുന്നത് ഇതാണ്, നമ്മൾ നമ്മുടെ കർമ്മം കൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യുക,
ഓവർകം ചെയ്യുക. നല്ല പ്രവർത്തികൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. പാവപ്പെട്ടവൻ എന്തെങ്കിലും കൊടുക്കുക. അല്ലേ? നമ്മുടെ മുമ്പിൽ കാണുന്ന നമുക്ക് ഒരാളെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ? പാവപ്പെട്ടവനാണോ, അവൻ എന്താ ഒരു നേരം കഴിക്കാനുള്ള വകയുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പാവങ്ങളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ നമുക്കതിനെ മാറ്റാൻ പറ്റും. എവിടെയാണോ നമുക്കൊരു പാകപ്പിഴ പറ്റിയത് അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് മാറ്റി നമ്മുടെ സൽപ്രവർത്തികളിലൂടെ നമുക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് നമ്മുടെ കർമ്മത്തിലേക്കാണ് അല്ലേ? നമ്മൾ ചെയ്യുന്ന നന്മ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സൂചന എന്ന് പറയുന്നത് നമ്മുടെ കർമ്മം കൊണ്ട് നമ്മൾ എന്ത് ഉണ്ടാക്കുക, പ്രോസ്പെരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവരെയൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നാളെ നമ്മൾ മരിക്കാൻ പോവുകയാണോ എന്നുള്ളതൊന്നും അല്ല. വളരെ നല്ലത് തന്നെയാണ്, സൂചനകളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ എന്താണ്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പോകും. ഇനി ചിലർ സ്വന്തം മരണം സ്വപ്നം കാണാറുണ്ട്. ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നതായിട്ട് കാണാറുണ്ട്, സ്വന്തം മരണം കാണാറുണ്ട്, അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും മരിക്കുന്ന കാണാറുണ്ട്. ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ല കാര്യമാണ് അങ്ങനെ കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ രണ്ടർത്ഥമാണ്. ഒന്ന്, ഒരു ഭയങ്കര ചേഞ്ച് വരാൻ പോകുന്നു. ഇതുവരെയുള്ള ഒരു ലൈഫ് പൂർണ്ണമായിട്ട് മാറി പുതിയൊരു ലൈഫ് ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. അതുപോലെ മറ്റൊരു വ്യക്തി മരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അടുപ്പമുള്ള ഒരാളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരാൾ, അദ്ദേഹം മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അയാളുടെ ഒരു വളർച്ച, അയാളുടെ ഒരു പ്രശസ്തി അതൊക്കെ ഉണ്ടാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമായിട്ട്, ഒരു സൂചനയായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ അതുകൊണ്ട് സ്വന്തം മരണ സ്വപ്നം കാണുന്നതും വളരെ നല്ലതാണ് ഉറക്കത്തിൽ. അപ്പോൾ ഇത്രയാണ് സ്വപ്നങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെപ്പറ്റിയൊക്കെ കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ആൾ ചെയ്തൊരു സിനിമയുണ്ട്, ഒരു ഹോളിവുഡ് ഫിലിമാണ്. അതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻസെപ്ഷൻ എന്ന് പറയുന്നൊരു മൂവി. അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയും സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഈ സ്വപ്നങ്ങളുടെ അപഗ്രഥനം, ആ പുസ്തകം സിഗ്മണ്ട് ഫ്രോയിഡ് എഴുതിയതാണ്. അതിനകത്തും ഈ സ്വപ്നങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു 80% പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് രസകരമാണെന്ന് തോന്നും. പക്ഷേ സ്വപ്നശാസ്ത്ര പ്രകാരം ഇതൊക്കെ ഒരു സൂചനയായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ആപത്ത് വരാൻ പോകുന്നെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഒരു പ്രിക്കോഷൻ എടുക്കാൻ സാധിക്കും അല്ലേ? വിശ്വാസങ്ങളാണല്ലോ എല്ലാം. അത്തരത്തിൽ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ധാരധാരയായി ഉണ്ടാകട്ടെ എന്ന രുദ്രധാരയിലൂടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.